കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെ ആസൂത്രിത ഗൂഢാലോചന നടക്കുന്നതായി ആരോപണം. ബാവലിക്കെട്ട് എന്ന പേരിൽ ഇല്ലാത്ത ആചാരം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായാണ് പരാതി. ആചാരങ്ങളിൽ അവകാശമുന്നയിച്ച് മുസ്ലിം കുടുംബം ബാവലിപ്പുഴയിൽ ഇറങ്ങി കല്ലിട്ടു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിന് ഹിന്ദു പുരാണങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്. യക്ഷയാഗം എന്ന് പറയുന്ന യാഗം മഹാദേവന്റെ ആദ്യ പത്നിയായിട്ടുള്ള സതീദേവിയുടെ പിതാവായിട്ടുള്ള യക്ഷൻ നടത്തിയത് ഈ ഒരു ഭൂമിയിൽ വെച്ചാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളത് മഹാദേവന്റെയും സതീദേവിയുടെയും പാർവതി ദേവിയുടെയും പ്രതിഷ്ഠകളും മറ്റു കാര്യങ്ങളുമാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ റീൽസ് ആയിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്തിനേറെ പറഞ്ഞ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്തുന്നുണ്ട്. ദക്ഷിണ കാശി എന്നാണ് ഈ ഒരു കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ ഇതുവരെ നടത്തപ്പെടാത്ത ഒരു ആചാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടുത്തെ പുഴയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആചാരമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആചാരമുള്ളത് ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികൾക്കോ അതേപോലെ തന്നെ അവിടുത്തെ പൂജാരികൾക്കോ ക്ഷേത്രം ഭാരവാഹികൾക്കോ അറിയത്തില്ല. എന്തിന് ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ പോലും ഇങ്ങനൊരു ആചാരമുള്ളതായിട്ട് പറയുന്നില്ല. എന്നാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാർത്ത ഒന്ന് കണ്ടു നോക്കാം. കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെ ആസൂത്രിത ഗൂഢാലോചന നടക്കുന്നതായി ആരോപണം. ബാവലിക്കെട്ട് എന്ന പേരിൽ ഇല്ലാത്ത ആചാരം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായാണ് പരാതി. ആചാരങ്ങളിൽ അവകാശമുന്നയിച്ച് മുസ്ലിം കുടുംബം ബാവലിപ്പുഴയിൽ ഇറങ്ങി കല്ലിട്ടു. കർണാടക സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിലിന്റെ നേതൃത്വത്തിൽ മുസ്ലിം കുടുംബത്തിന് പാരമ്പര്യ അവകാശമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് കർണാടകയിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിൽ കർണാടക പോലീസ് അകമ്പടിയോടെ ഏതാനും ആളുകളോടൊപ്പം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയത്. തൊട്ടു പിന്നാലെ ദേവസ്വം അധികൃതർ അറിയാതെ ബാവലിപ്പുഴയിൽ കല്ലുകൾ വെക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബാവലിക്കെട്ട് എന്ന പേരിൽ ചടങ്ങുണ്ടെന്നും അതിന്റെ പാരമ്പര്യ അവകാശികളായ മുസ്ലിം കുടുംബമാണെന്നും പറഞ്ഞായിരുന്നു പ്രചരണം. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് മുസ്ലിം കുടുംബത്തിന് അവകാശമില്ലെന്നിരിക്കെയാണ് ഈ നീക്കം. വ്യാജ പ്രചരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ആചാരം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇല്ല ഇതുവരെ. പക്ഷെ പൊടുന്നനെ ഇങ്ങനൊരു ആചാരം വന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ശബരിമല മോഡൽ ഇവിടെ കൊണ്ടുവന്നാന്ന് തോന്നുന്നു. ശബരിമലയിൽ ശിവന്റെ ഭൂതഗണമായിട്ടുള്ള വാപരൂപൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പമാണ് ശബരിമല ശാസ്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ ശിവൻ ഭൂമിയിലേക്ക് അയച്ചതെന്ന് പറയുന്നു. പക്ഷേ അത് കാലക്രമേണ മാറി വാവരായി, പിന്നെ വാവർക്ക് പള്ളിയായി. അതാണ് നമ്മളിപ്പോൾ എരുമേലിയിൽ കാണുന്ന വാവര് പള്ളി എന്ന് പറയപ്പെടുന്ന ആ ഒരു സങ്കല്പം എന്നും കുറേയധികം ആളുകൾ വാദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാവരൂപിന് ഒരു ക്ഷേത്രം പണിയണമെന്ന് ഹിന്ദു സംഘടനകൾ ഒരു പരിശ്രമം നടത്തുകയുണ്ടായിരുന്നു. അങ്ങനെ ആ പരിശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ സർക്കാർ കേസിന് പോയിട്ടുണ്ടായിരുന്നു. കാരണം മതേതരത്വം തകരുമല്ലോ. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കാലക്രമേണ ഈ ഒരു കുടുംബത്തിന്റെ അവകാശവും കൂടി നമ്മുടെ സർക്കാർ അങ്ങ് അംഗീകരിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ ഇത് ഉമ്മീദ് പോർട്ടലിൽ അങ്ങ് രജിസ്റ്റർ ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ഈ ഒരു കുടുംബത്തിന് ഈ ഒരു ഇല്ലാത്ത ആചാരത്തിന് മേൽ അവകാശമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നാളെ ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ വീട്ടിൽ നിന്ന് പഴയ ഒരു താളിയോലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രേഖകളോ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ രണ്ട് സാക്ഷികളെ കൊണ്ടുവരികയാണ്. ഈ ഒരു ഭൂമി ഇവരുടെ മുതിർന്ന, അതായത് മുൻ തലമുറയിൽ പെട്ടിരുന്ന ആരെങ്കിലും വഖഫ് ചെയ്തിരുന്നു എന്നും കൂടി ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും ബാക്കിയും കൂടെ നമുക്ക് കാണാം. വ്യാജ പ്രചരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം അധികൃതരും രംഗത്തെത്തി. ആചാര ലംഘനങ്ങളെയും കടന്നുകയറ്റത്തെയും ശക്തമായി എതിർക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ വ്യക്തമാക്കി. ചിലർ ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം കുറ്റപ്പെടുത്തി. അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൊട്ടിയൂർ ദേവസ്വം വ്യക്തമാക്കി. ശബരിമലയില് വാവര് പള്ളി ഉള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വത്തിന്റെ നിലപാടല്ല. ഇതിനു വേണ്ടി കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങളുമല്ല,
അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലുള്ള ആളുകളല്ല, കേരളത്തിൽ വേരുകളുള്ള ഒരു കർണാടക സ്വദേശിയായിട്ടുള്ള മുസ്ലിമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ചീത്തപ്പേര് വരുന്നതല്ല, ഇവിടെയുള്ള മുസ്ലിംസിനെ കൂടെ ബാധിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന യാഥാർത്ഥ്യം. ഇനിയിപ്പോ ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയുള്ള കുറെ അധികം ആളുകളുണ്ട്, അവർ പറയും ഇത് മുസ്ലിംസിന് നേരെയുള്ള കടന്നുകയറ്റാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള കുറെ രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ ഇവിടെയുള്ള കുറെ മൗലികവാദ സംഘടനകളും ഈ ഒരു ക്ഷേത്രത്തിനെതിരെ ഹൈന്ദവർക്കെതിരെ രംഗത്ത് വരും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത്, ഞാനുള്ള കാര്യം പറയാം, ശബരിമല തന്നെയാണ്. ശബരിമലയിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തെ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിന്റെ മതമൈത്രി അങ്ങ് പൂത്തുലയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നതാണ് ഈ ഒരു വിഷയങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അടുത്ത തവണകളിൽ മലയ്ക്ക് പോകുന്ന എല്ലാവരും തന്നെ വാവര് പള്ളി അങ്ങ് ഒഴിവാക്കുക, എന്നിട്ട് നിങ്ങൾ ശബരിമലയ്ക്ക് പോവുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ഇതിപ്പോ പറയുമ്പോൾ ഞാൻ വർഗീയവാദി ആവുമായിരിക്കും, പക്ഷേ ഈ ഇല്ലാത്ത ആചാരങ്ങൾ കെട്ടിക്കൊണ്ട് ഇവിടെ ഒരു മതമൈത്രി ഉണ്ടാക്കേണ്ട ആവശ്യം തൽക്കാലമില്ല. ഇവിടെ അത്യാവശ്യത്തിനുള്ള മതമൈത്രി ഉണ്ട്. ആ മതമൈത്രി കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും മടുത്തിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ശരിയെന്നാ.